ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് വൈകുന്നേരത്തിന് കറി എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ മോള് പറഞ്ഞാൽ നമുക്ക് പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കാം, യൂട്യൂബിൽ നോക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയിട്ട് ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് നല്ല പൊടിയായി അരിഞ്ഞിട്ട് ഒക്കെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി കോൺഫ്ലവർ ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നല്ല മസാല പിടിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ അപ്പോൾ മോളാണിത് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഞാനാണെങ്കിൽ തോന ഒഴിക്കും, എനിക്ക് എന്തും തോന കാണണം കേട്ടോ. എൻ്റെ അമ്മായിമ്മ എപ്പോഴും പറയും കണ്ണ് നിറയെ കാണണം കേട്ടോ. അതേപോലെയാണ് ഞാൻ എപ്പോഴും. പിന്നെ കിഴങ്ങ് വറുത്തെടുത്ത ആ എണ്ണയ്ക്ക് തന്നെ വലിയ ജീരകം ഇട്ട് കുറച്ച് അധികം വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇഞ്ചി കറിവേപ്പിൻ്റെ ഇല അതൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഒരു സവാള ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് ഇട്ടതിൻ്റെ ശേഷം ഈ കിഴങ്ങ് പൊരിച്ചത് അതിലേക്ക് ഇട്ടൊന്ന് നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. ചോറ് ആദ്യം വേവിച്ച് വാർത്ത് വെച്ചായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് തൈര് കൊണ്ടൊരു ചട്നി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തൈര് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ചപ്പോൾ ആകെ പാല് പിരിഞ്ഞ പോലെ അങ്ങോട്ട് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ മോള് പറഞ്ഞു ആകെ വെച്ച് കൊളാക്കിയെന്നും പറഞ്ഞിട്ട് മിക്സിയിലൊന്ന് കറക്കി നോക്കാമെന്നും പറഞ്ഞിട്ട് മിക്സിയിൽ ജാറിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ മോന് പോയിട്ട് അങ്ങനെയാണ്ട് മിക്സി ആണ്ട് ഓണാക്കിയപ്പോൾ മൊത്തത്തിൽ അടുക്കളയിൽ മൊത്തം പരന്നു പോയി കേട്ടോ. അപ്പോൾ ചട്നി ഞാൻ കൊളാക്കി. പിന്നെ അതൊന്ന് മിക്സിയിൽ അടിക്കാൻ നിന്നപ്പോൾ തന്നെ മോനും ആകെ കൊളാക്കിയിട്ടാണ് പോകും. അപ്പോൾ വലിയമ്മയും പേരക്കുട്ടിയും ഒക്കെ ഒരേപോലെ ഇടാറുണ്ട്. മോള് ഭയങ്കര ചൂടാവില്ല കേട്ടോ. പിന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.